ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെ പോണ്? മൂന്നാറ് വട്ടവട. അപ്പൊ നമ്മൾ കസിൻസ് എല്ലാവരുമായിട്ട് ചില്ലായിട്ട് മൂന്നാറിലോട്ട് പോണ്. ബാക്കി പോണ വീഡിയോയും കാര്യങ്ങളൊക്കെ വീഡിയോ കാണാം അല്ലേ ഗായ്സ്. അങ്ങനെ നമ്മളെ കഴക്കൂട്ട് എത്തി. നൈനി അവിടെ ഇരിക്കുന്ന, ലക്ഷ്മി ചേച്ചി ഫ്രണ്ടിൽ ഇരിക്കുന്ന, മനു വണ്ടി ഓടിക്കുന്ന, രേഷ്മി അവിടെ ഞാൻ ഓടിക്കുന്ന. സെറ്റായിട്ട് നമ്മൾ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സജ്ജേണ്ട വണ്ടി ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വണ്ടി ബാക്കി വന്നു. നമ്മൾ അടുക്കത്തെ വണ്ടിയായിട്ട് നമ്മള് മേൽപ്പാലം കയറി. അങ്ങനെ നമ്മളൊരു ചായക്കടയിൽ എത്തി. ചായ കുടിക്കാൻ പ്ലാന്. വണ്ടി ഒതുക്കി ഇവിടെ ഇറങ്ങി നമ്മൾ. അങ്ങനെ നമ്മളെല്ലാം ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചെറിയ തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ ഗൈസ്. വേണ്ട നൈനോ ഇരിക്കുന്ന നോക്കിയാണ്, മൂടി പൊതിഞ്ഞൊക്കെയാണ്. ലക്ഷ്മി തണുക്കടി. ഇങ്ങനെ കണ്ണന്റെ വണ്ടിപ്പുറം വന്നതല്ലേ. ഇങ്ങനെ നമ്മൾ ചായ കുടിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോയാണ്. ഒരു റെസ്റ്റൊക്കെ ആയി. ഇനി അടുത്ത് നമ്മളെ കാർ താഴെ കിടക്കണ്, ആശേഷിയുടെ കാർ താഴെ കിടക്കണം, അബീരെ കാർ താഴെ കിടക്കണം. നമ്മൾ 3 കാറുകൾ. അങ്ങനെ രാത്രി രാവിലെ തൊട്ടായി. ഡിഗ്രി 17 ഡിഗ്രിയാണ് അല്ലേ. ഏകദേശം നല്ല തണുപ്പ് തുടങ്ങി കാഴ്ച. തണുക്കണം. ഞാൻ നാടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 ഡിഗ്രിയിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. തന്നെ അല്ലേ. അയ്യോ 3 പറയുമ്പോ കിടുകിട അടിക്കും. ഞാൻ സെറ്റർ ജാക്കറ്റ് ഒന്നും എടുത്ത് എന്തിനാവുന്ന നമുക്ക് പോയിട്ട് തന്നെ അറിയാം. മൂന്നാറ് ഭയങ്കര ക്ലൈമറ്റ് ഇന്ന്. പൈസ ട്രക്കർ അതിൻ്റെ അത് വളഞ്ഞ് ഇറങ്ങി കണ്ടായിരുന്നു. എങ്ങനെയാണെന്തോ അവർ ഓടിക്കണം കേട്ടോ. ആ തല മാത്രം ഒടിക്കുക എടുത്ത് അടുത്ത വണ്ടി. അത്യാവശ്യം വെട്ടാൻ നമ്മൾ വാട്ടിൽ കത്തി നടക്കുകയാണ്. ഇപ്പൊ എവിടെ എത്തി നമ്മള്? എവിടെ എത്തി ഇപ്പൊ? സൂര്യ വന്നപ്പോ തണുപ്പ് 16 ഇപ്പൊ 18 വീണ്ടും. അത്യാവശ്യം തണുപ്പൊക്കെ കൊണ്ട് ഈ വെയിലൊക്കെ കഴിഞ്ഞാൽ നോക്കിയിട്ട് കാര്യമില്ല. ആ പമ്പിലോട്ട് പോയാണ്. വാഷ്റൂമിലൊക്കെ നമ്മൾ പോയി ഫ്രഷപ്പ് ആയിട്ട് ഫുഡൊക്കെ അടിക്കുന്ന വീഡിയോ നമുക്ക് കാണിച്ചു തരാം. സ്വാമിമാരിക്കാം. സ്വാമി ചേർന്നാ പോണ വഴി ഈ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടൽ മഹാദേവ്. നമ്മളെ കാർ വിട്ടിട്ട് അവരെ കാറൊക്കെ അവിടെ കിടക്കുകയാണ്. ഇതാണ് നമ്മളെ ഹോട്ടല്. അങ്ങനെ മുട്ടക്കറി വന്ന്, ഒപ്പം വന്ന്, ബീഫും കൂടെ വരാനുള്ളതിന്. വെള്ളം ചൂടുവെള്ളം. ഗ്ലാസ് ഉണ്ടാ? ബീഫ് ചാറ് മാത്രം, ബീഫില്ല. അങ്ങനെ പാലത്തിലോട്ടെത്തി കേട്ടാ. മൂന്നാർ പാലം. മൂന്നാറിന്റെ സ്റ്റാർട്ടിങ്. ഈ പാലം എത്തുമ്പോഴാണ് മൂന്നാറും തുറക്കുന്നത്. പുതിയ പാലം ഇപ്പോഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻമാർക്ക് നമ്മളെ കാറുകളെല്ലാം ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് കാർ പോണ്, രണ്ടാമത്തെ കാർ നമ്മളെ മൂന്നാമത്തെ കാറ്. ഈ പാലത്തിന് ചെറിയ പാലമാണ്. ഒരു വണ്ടി അങ്ങോട്ട് വന്നാൽ അടുത്ത വണ്ടി പോകാൻ പറ്റൂല. ഇവിടെ വെയിറ്റ് ചെയ്ത് പോയാൽ എല്ലാവർക്കും പോവാം. അത് വിട്ട് പിടിച്ചോണ്ടെങ്കിൽ എല്ലാവർക്കും പോവാം. അത് കയറ്റി വെച്ചാൽ എല്ലാവരും ബ്ലോക്കാൻ നിൽക്കും. കരിമ്പ് വണ്ടി കേട്ടാ. കരിമ്പ് വണ്ടി നമുക്ക് അടിപൊളി കേട്ടാ. നമ്മളങ്ങനെ മൂന്നാറിലെ ചുരം കയറി തുടങ്ങി കേട്ടാ. ഇവിടെ ആനയുണ്ട്. പോത്തോട്ട് ബോർഡൊക്കെ വെച്ചിട്ട് പിള്ളേരൊക്കെ പേടിച്ചോളൂ. നോക്കിയാണ് പലയൊക്കെ എന്ത് രസമൊന്ന് കാഴ്ചകളൊന്ന്. നമ്മളെ കാറ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ കാറ് മാറി. നമ്മൾ ഈ കാറിലാണ് പോണത്. ആൾട്ടേര് നമ്മളെ കാറിൽ ആരെ കൊണ്ടില്ല പരിചയപ്പെട്ടതാണ്. കണ്ണ സെൽഫി
ആശ്രയിച്ചുകൊണ്ട് പാറു കാണിച്ച് ഇത് പാറിനെ കാണിച്ചു കൊടുത്തേ. ഇത് പാറ, ഇത് കൊട്ടു. അപ്പൊ നമ്മൾ അങ്ങനെ നേരെ മൂന്നാറിലോട്ട് പിടിക്കുക. നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ മൂന്നാറിലെ ചുവരാകെ കയറി തുടങ്ങി അല്ലേ? ആണോ? ശരി. വളരെ നല്ല കാഴ്ചകളല്ലേ കാണാൻ. എവിടെയാടാ? ഞാൻ കണ്ടില്ലല്ലോ. തിരുവനന്തപുരത്തില്ലാത്ത സാധനം. തിരുവനന്തപുരത്തില്ലാത്ത സാധനങ്ങള്. കൊള്ളാല്ലേ? ഓ നോക്കിയാ എന്തോ അടിപൊളിയല്ലേ സെറ്റപ്പ്. ഞാൻ ഇത് ആദ്യമായിട്ട് നേരിട്ട് കാണണം കേട്ടോ. വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ, കണ്ടിട്ടുണ്ട് നേരിട്ട്. ഞാൻ ഇപ്പൊ കണ്ടടാ. കൊള്ളാം കേട്ടോ. കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി കയറാൻ വേണ്ടി ചാൻസ് കിട്ടുന്ന ഒരാൾക്ക്. ചേച്ചി എത്ര തോന്നുന്നു? 5000 രൂപ. ആരും ആയിരം. അതുകൊണ്ട് എനിക്ക് വേറെ തൂക്കി കാണിക്കണ കേട്ടോ. അവര് ഇല്ല, ആളുണ്ടടാ. തന്നെ കയറാവത്തൂടല്ലേ? ഓ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പൊങ്ങണ കാണിച്ചു തരാം കേട്ടാ. കൊള്ളാം. പൊക്കൂല. മൂന്നാറിലോട്ട് കയറി തുടങ്ങി കേട്ടാ. മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. നോക്കിയാണ് വെൽക്കം ടു മൂന്നാർ. അങ്ങനെ മൂന്നാറിൽ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് മൂന്നാർ വന്നേ ഉള്ളൂ. നോക്കിയാണ് തേയില തോട്ടം ബഹളം അല്ലേ? ബഹളമൊന്നും ഇല്ല, തേയിലത്തോട്ടമുണ്ട്. അതെന്താ ഹൈഡർ പാർക്കാണ്. ഇതൊക്കെയാണ് ഒരു തേയിലത്തോട്ടത്തിൽ ഇത് ചെയ്യാൻ പോണ ആൾക്കാരല്ലേ തന്നെ. അവര് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവാ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എല്ലാവരും ഓർഡർ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ എന്ത് പറയാൻ പോണു ഫുഡ്? ചേച്ചി എന്ത് പറയാൻ പോണു ഫുഡ്? ബിരിയാണിയോ? നമ്മൾ ബിരിയാണി പറയാ. ഭീഷ്മിക്ക് ഊണാ ബിരിയാണിയാ? ബിരിയാണി. ഊണിൽ ചോറ് പോരൂ. കൊള്ളാം. എല്ലാം കറികളും ഉണ്ടല്ലോ. അത്തോ അത്തപ്പൂക്കളം. വിശന്ന് റെഡി ആയിരിക്കാണ് ഫുഡ് കഴിക്കാൻ. ഇതാണ് മൂന്നാറിലെ ജംഗ്ഷനും സ്കൂളിലോട്ട് പിള്ളേർ പോണത്. അങ്ങനെ നമ്മളെല്ലാം തിന്ന് ഇറങ്ങി. ഇനി പിള്ളേരൊക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തണുപ്പ് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കോട്ടും ജാക്കറ്റ്, ഗ്ലൗസ്, സോക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ്. നമ്മൾ 3 കാറുകൾ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. എല്ലാരും അവിടെ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക അല്ലേ? വാ ഫോട്ടോ എടുക്കാം. നോക്കിയേ മഞ്ഞയുടെ പൊമ്പയിൽ നോക്കിയേ, ചിരിച്ചേ. നമ്മളാണ് വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോയത്. ദിയ വാ നമുക്ക് തേയിലൊക്കെ വാങ്ങിക്കാം. എല്ലാ ഐറ്റം ഉണ്ടല്ലോ. സ്റ്റാർ ക്രിസ്മസ് ആയിട്ട് സ്റ്റാറിന്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. തേനിൻ്റെ കേക്ക്. 1
ഹലോ ഹലോ മാഡം, നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ട കഴിക്കാൻ? മാഡത്തിന് എന്ത് വേണം കഴിക്കാൻ? മാഡത്തിന് എന്താ വേണം? സാറിന് എന്ത് വേണം സാർ? സാറിന് കഴിക്കാൻ എന്ത് വേണം? ബിരിയാണി ഇല്ല സാർ, ഇവിടെ തേയിൽപ്പൊടി ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, അതൊക്കെ അങ്ങനത്തെ ഐറ്റംസേ ഉള്ളൂ സാർ. സാറിന് എന്ത് വേണം? ചോക്ലേറ്റ്സ് ഡയറി ബ്ലാക്ക് വേണോ വൈറ്റ് ചോക്ലേറ്റ് വേണോ? മാഡത്തിന് എന്ത് വേണം മാഡം? ഏത് വേണം? വൈറ്റ് ചോക്ലേറ്റ് വേണം, ബ്ലാക്ക് ചോക്ലേറ്റ് വേണം മാഡം? ബ്ലാക്ക് ഒരാൾക്ക് വൈറ്റ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണം? ശരി, ഞാൻ പറയാം. എങ്ങനെയാ മസാല പഞ്ചായത്ത് കട്ടായിരുന്നു. എന്നിട്ട് ഒന്നും കൂടെ വേണ്ടേ? ഒന്നും കൂടെ വേണ്ടേ ഗ്രീസ് മേക്ക്? കുതിര. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ആണോ? കിട്ടുന്ന കാഴ്ച എന്നടാ നീ അല്ലേ? അതല്ല, അഭിനയിക്കല്ലേ? എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? അടിപൊളിയല്ലേ? നാച്ചുറൽ ബ്യൂട്ടി അല്ലേ? ഇതേ കാണുന്ന ഇവിടെ തന്നെ വന്നോ? അവിടെ നമ്മള് മൂന്നാറിന് അല്ലേ? മൂന്നാറിന്റെ വ്യത്യാസമല്ലേ വെച്ചത്? ഉണ്ടായോ കേട്ടാ ഒക്കെ പോയിട്ടല്ലേ? പക്ഷെ ഇവിടെ ഇറങ്ങി രണ്ട് ആ റോഡിന്റെ കാഴ്ച പോണ വഴിയൊക്കെ എന്ത് മനോഹരമാണ് കേട്ടാ. അടിപൊളി കേട്ടാ കാഴ്ച. വൈബായിട്ട് ചില്ലടിച്ച് പോകണേ നമ്മള്. തണുത്ത മൂട്. കരിമ്പുലി ബ്ലാക്ക് പാന്തർ ഗൈസ്. അവസാനിച്ചു പറഞ്ഞു. നോക്കി നമ്മള് 3 കാറുകൾ ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ റൂമിലോട്ട് പോയാൽ റൂം എത്താറ. അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കാണാം. കോടമഞ്ഞിലോ താഴ്വരയിലോ രാത്രി എന്ത് ഭംഗിയല്ലേ? അതെ അതെ. കാട്ടുകുതിര കാണിച്ചു കൊടുത്തേ. കാട്ടുകുതിര. ഇതാണ് വട്ടവട ഗ്രാമം അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോ തന്നെ ഒരു വല്ലാത്തൊരു കൗതുക കാഴ്ച തോന്നി കേട്ടാ അല്ലേ? അതെ 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 അതെ. ആ ഈ സ്ലോപ്പ് ആ മലയുടെ മുകളിൽ പോലെ വീട് സ്റ്റെപ്പ് വന്നിരിക്കുന്നൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. പശുവൊക്കെ നോക്കി നല്ല തണുപ്പാ നമുക്ക് ഇവിടെ അല്ലേ? അല്ല 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 അല്ല, കൊറേ മാറ്റം ഉണ്ട് ചേച്ചി. എല്ലാരും സംസാരിച്ചോണ്ടിരിക്കാണ്. ഒരു വൈകുന്നേരം നടക്കോട്ടുണ്ട് പറഞ്ഞ ഒരു വണ്ടിക്ക് ധരിച്ചു പോകാൻ സ്ഥലമുള്ളൂ അല്ലേ? അമ്മയും മോനും കളിക്കുന്ന നോക്കിയ പട്ടികള് എന്ത് ഭംഗിയുള്ള കാഴ്ചകൾ അല്ലേ? നല്ല സ്ഥലം കേട്ടോ. ഒരു വണ്ടിക്ക് തികച്ചു പോകുന്ന സ്ഥലമുള്ളൂ. എന്നാൽ നമ്മൾ 2 വണ്ടി അങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. നമ്മളെ ജീപ്പിലഞ്ഞ് മേലെ റൂമിലോട്ട് പോണത്. ഇതാണ് നമ്മളെ ജീപ്പ്. നോക്കിയാണ് ബാഗ് വണ്ടി ലഗേജ് എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട്. എല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. റൂമിൽ കാണോ? പിടിച്ചിരുന്നോടെ
വല്ലോ സാരി ജീപ്പ് നോക്കിയാണ് വളയ്ക്കണ. അതന്നെ വെരി ഗുഡ് വെരി ഗുഡ്. And you will feel surge of happiness in yourself, and you will feel happy even when you're alone. പറഞ്ഞെത്ര മതി? ആരും എനിക്ക് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് തരൂല, നീ തന്നെ ഉണ്ടാക്കി. What a wonderful quote. So, what is happiness? Can anyone answer? Yeah. Tell me. My family is my happiness. Oh my God! Anyone? Come on. നിന്റെ ഹാപ്പിനെസ് അങ്ങോട്ട് വേണം. ഇവിടെ ഫയർ ക്യാമ്പ് ഇട്ടേട്ടാ. തണുപ്പ് കാരണം എല്ലാരും ഫയർ ക്യാമ്പൊക്കെ ആയിരിക്കാണ്. മൗനം പോലും ശശകം ഇത് മധുനിലാകും. അങ്ങനെയുണ്ടല്ലോ പാട്ട്. നന്ദലാല നാടെല്ലാം കണ്ടറിയും നന്ദലീല നന്ദലാല.